കോഴിക്കോട് പ്രവാസിയെ ഹണി ട്രാപ്പിൽ കുടുക്കി വാഹനവും 1 ലക്ഷം രൂപയും കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. പള്ളൂർ സ്വദേശി തെരേസ നൊവീന റാഡി, ധർമ്മജം സ്വദേശി അജ്നാസ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കേസിൽ 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി സമീർ. സമീർ, കേൾക്കാമോ? സ്മിത, ഈ മാസം 12-നാണ് കേസിനാസ്പദമായ സംഭവം. തട്ടോളിക്കര സ്വദേശിയായിട്ടുള്ള ഒരു യുവതി, റുവൈദ എന്നാണ് അവരുടെ പേര്. ആ യുവതിയാണ് ഈ പ്രവാസിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം മറ്റു പ്രതികളും ഇവിടേക്ക് എത്തുകയും വളരെ വേഗത്തിൽ ഈ പ്രവാസിയെ വിവസ്ത്രനാക്കുകയും ചെയ്തു. പിന്നീട് റുവൈദക്കൊപ്പം ഫോട്ടോ എടുത്തു. റുവൈദയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് വ്യാജ പ്രചരണം നടത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ കുടുംബത്തിലേക്ക് അയച്ചു നൽകുമെന്നും അല്ല എങ്കിൽ 5 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടു. തന്റെ കൈവശം പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രവാസിയുടെ ATM കാർഡ് പിടിച്ചു വാങ്ങുകയും അതിന്റെ പിൻ നമ്പർ ചോദിച്ചറിയുകയും ചെയ്തു. അതിൽ നിന്ന് 1 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീടാണ് 23 ലക്ഷം രൂപ വില വരുന്ന വാഹനവുമായി പ്രതികൾ കടന്നു കളഞ്ഞത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് നാദാപുരം സ്വദേശിയായിട്ടുള്ള പ്രവാസി പോലീസിൽ പരാതി നൽകിയത്. അതിനൊടുവിലാണ് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രതിയായിട്ടുള്ള കേസിലെ 1-ാം പ്രതി റുവൈദ, അവർക്കൊരു കൈക്കുഞ്ഞുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ ഇപ്പോൾ വീട്ടു തടങ്കിലാക്കിയിരിക്കുകയാണ്. അതായത് കരുതൽ തടങ്കിലാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ അവർ തടങ്കിൽ കഴിയുകയാണ്. മറ്റ് 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കേസിൽ 4 പേർ കൂടിയുണ്ട്. അവർക്കായി നാദാപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്മിത.